This is Saiha Info with another exciting recruitment opportunity for you. The opportunity is provided by CSIR CSMCRA. CSIR ഏതൊരു ഡിസിപ്ലിൻ ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേഷനോ ചെയ്തവരാവട്ടെ CSIR എന്നുള്ള ഈ ഇന്ത്യയിലെ പ്രസ്റ്റീജിയസ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് നമ്മൾ ഒരു തവണയെങ്കിലും കേട്ടിട്ടുണ്ടാവും. CSIR UGC നെറ്റായിട്ടോ അല്ലെങ്കിൽ CSIR നെറ്റായിട്ടോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ലൈക്ക് CSIR NIST, CSIR സെൻട്രൽ അതർ ഇൻസ്റ്റിറ്റ്യൂട്ട്, അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മൾ CSIRനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടാവും. സോ അതുപോലെയുള്ള ഒരു സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് CSIR CSMCRA അഥവാ സെൻട്രൽ സോൾട്ട് ആൻഡ് മറൈൻ കെമിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഗുജറാത്തിലെ ഭാവ്നഗറിലാണ് ഈ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്, അഥവാ പ്രോജക്റ്റ് അസോസിയേറ്റ് പൊസിഷനിലോട്ടുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാവുന്നത്. സോ CSIR CSMCRAയുടെ ഒഫീഷ്യൽ സൈറ്റിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസിൽ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്ന ഓപ്ഷൻസ് കാണാം. സോ ഈ ഓപ്പർച്യൂണിറ്റീസ് ഓപ്ഷനിൽ ജോബ് പൊസിഷനിൽ പോയി കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പൊസിഷൻസ് ഉണ്ടാവും. സോ അതിൽ പെർമനൻറ്റ് ആൻഡ് ടെമ്പററി, ബോത്ത് പെർമനൻറ്റ് ആൻഡ് ടെമ്പററി ഓപ്ഷൻസ് വിൽ ബി അവൈലബിൾ. നമ്മളതിൽ ടെമ്പററി ആണ് ആദ്യം നോക്കുന്നത്, ബിക്കോസ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആദ്യം ടെമ്പററി ബേസിലാണ് അവർ നോക്കുന്നത്. ദെൻ ബേസ്ഡ് ഓൺ അവർ പെർഫോമൻസ് മാത്രമായിരിക്കും ഒരു എക്സ്റ്റൻഷൻ നമുക്ക് കിട്ടുന്നുണ്ടാവുക. സോ പ്രോജക്റ്റ് അസോസിയേറ്റ് 1 എന്ന് പറയുന്ന കാറ്റഗറിയിലോട്ടാണ് റിക്രൂട്ട്മെൻറ്റ് അവർ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. സോ അത് ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരിക്കും ഈ ഒരു പോസ്റ്റിലോട്ട് നടക്കുക എന്നുള്ളത് ആദ്യം തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്പർ ഓഫ് വേക്കൻസി എന്ന് പറയുന്നത് ഒറ്റ പൊസിഷനാണ്. സോ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ട് ഈ ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റ് അസോസിയേറ്റ് പൊസിഷനിലോട്ട് പറയുന്നത് MSc ഇൻ കെമിസ്ട്രി ആണ്. അതുപോലെ തന്നെ ഡിസൈറബിൾ എക്സ്പീരിയൻസ് ആയിട്ട് സ്പെഷ്യലൈസേഷൻ ഇൻ ഓർഗാനിക് കെമിസ്ട്രി, അതുപോലെ തന്നെ ഓർഗാനിക് സിന്തസിസ്, കെമിക്കൽ പ്രോസസ് ഡെവലപ്മെൻറ്റിലൊക്കെ നല്ല നോളജ് ഉണ്ടായിരിക്കണം എന്നുള്ളത് ഡിസൈറബിൾ എക്സ്പീരിയൻസ് സെക്ഷനിൽ അവർ കൊടുത്തിട്ടുണ്ട്. സോ കാൻഡിഡേറ്റ്സ് സെലക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഒരു പൊസിഷനിലോട്ട് അപ്ലൈ ചെയ്ത് സെലക്ട് ആവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് സിന്തസിസ് ഓഫ് മറൈൻ നാച്ചുറൽ പ്രോഡക്റ്റ് സ്ട്രോസോപ്രോണീൻ ആൻഡ് ഈറ്റ്സ് ആനലോഗ്സ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള പ്രോജക്റ്റിലാണ് ഈ ഒരു പൊസിഷൻ വേക്കൻസി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ജോയിൻ ആവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യേണ്ട ഏരിയാസ് എന്ന് പറയുന്നത് ഓർഗാനിക് സിന്തസിസ്, അതുപോലെ തന്നെ നാച്ചുറൽ പ്രോഡക്ട്സ് ആൻഡ് ദെയർ ആനലോഗ്സ്, ക്യാരക്ടറൈസേഷൻ ഓഫ് ഓർഗാനിക് മോളിക്യൂൾസ്, ദെൻ റിയാക്ഷൻ ഒപ്റ്റിമൈസേഷൻ, ദെൻ ഡെമോൺസ്ട്രേഷൻ ഓഫ് ദി ഈ മേൽ പറഞ്ഞിട്ടുള്ള പ്രോസസ്സിൻ്റെ പ്രൊസീജിയേഴ്സിൻ്റെ ഒക്കെ ഡെമോൺസ്ട്രേഷൻ. ഇത്രയും കാര്യങ്ങളിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, വർക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളത് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിനുള്ള സ്റ്റൈപ്പൻഡ് അല്ലെങ്കിൽ മന്ത്ലി ഇമോളുമെൻറ്റ്സ് എന്ന് പറയുന്നത് 37,000 പ്ലസ് HR ആണ്. അതായത് ആസ് യൂഷ്വലുള്ള DST ANRF ഗൈഡ് ലൈൻസ് പ്രകാരം CSIR UGC നെറ്റ് അല്ലെങ്കിൽ ഐക്കർ നെറ്റ് അല്ലെങ്കിൽ ICMR നെറ്റ് അല്ലെങ്കിൽ ഗേറ്റ് ഒക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളിതിൽ ഏതെങ്കിലും ക്വാളിഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 37,000 പ്ലസ് HR ആയിരിക്കും മന്ത്ലി ഇൻവോൾവ്മെൻ്റ് ആയിട്ട് കിട്ടുന്നത്. ഈ ക്വാളിഫിക്കേഷൻസ് ഇല്ലാതെ നോർമൽ MSc കെമിസ്ട്രി അങ്ങനെ അല്ലെങ്കിൽ കെമിസ്ട്രിയിലുള്ള മറ്റ് ക്വാളിഫിക്കേഷൻസ് വെച്ചിട്ടാണ് പോകുന്നത് എങ്കിൽ 30,000 പ്ലസ് HR ആയിരിക്കും കിട്ടുക എന്നുള്ളതും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ ഏജ് ലിമിറ്റേഷൻ പറയുന്നുണ്ട്. അപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് അഥവാ 25th April 2025 മാക്സിമം 35 വയസ്സിൽ കവിയാത്ത ഒരാളായിരിക്കണം ഈ ഒരു പൊസിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത്. ദെൻ ഡ്യൂറേഷൻ ഓഫ് ദ പ്രോജക്റ്റ് പറയുന്നുണ്ട്. ഡ്യൂറേഷൻ ഓഫ് ദ പ്രോജക്റ്റിൽ ഒരു പറയുന്ന നോട്ടിഫിക്കേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് പ്യൂർലി 1 ഇയറിലോട്ടായിരിക്കും. ദെൻ അതിന് പെർഫോമൻസിനനുസരിച്ച് അത് 31st March 2028 അഥവാ 2028 മാർച്ച് മാസം 31st തീയതി വരെ ഈ പ്രോജക്റ്റിന് ഡെഡ് ലൈൻ ഉണ്ട്. സോ അതുവരെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാം ഇഫ് യു ആർ കോമ്പിറ്റൻ്റ് ആൻഡ് ഹാവിങ് എ ഗുഡ് പെർഫോമൻസ് ഡ്യൂറിങ് ദ പ്രോജക്റ്റ് ടെന്യൂർ. സോ ആപ്ലിക്കേഷൻ പ്രൊസീജിയറാണ് പിന്നീട് പറയുന്നത്. ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഒരു മെയിൽ ത്രൂ ഉള്ള ആപ്ലിക്കേഷനാണ്. അപ്ലൈ ചെയ്യേണ്ട മെയിൽ എന്ന് പറയുന്നത് csmcra@mnpb@gmail.com എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ മെയിലാണ് ഹൈപ്പർ ലിങ്ക് ആയിട്ട് ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ ആപ്ലിക്കേഷനിൽ CC ആയിട്ട് വിനയ് NPGC01@gmail.com എന്ന് പറയുന്ന മെയിൽ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും അവർ പറയുന്നുണ്ട്. ദെൻ ലാസ്റ്റ് ഡേറ്റ് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു, April 25th ആണ്. സോ ലേറ്റ് ആവാതെ നിങ്ങൾക്ക് ഡിസേബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ട് ആൻഡ് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ നോക്കുക.
ദെൻ നിങ്ങൾ മെയിൽ വഴി സെൻഡ് ചെയ്തിട്ടുള്ള ഈ ഒരു അപ്ലിക്കേഷൻ സ്ക്രൂട്ടനൈസേഷന് വിധേയമാകുമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ മാത്രമായിരിക്കും അവർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ നൽകുന്നുണ്ടാവുക. സോ മെയിലിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാനുണ്ട് നമ്മൾ ഓൾറെഡി. ദെൻ ആ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ എല്ലാം നമ്മൾ കുറച്ച് ഡോക്യുമെൻറ്റ്സ് അയക്കേണ്ടതുണ്ട്. അതിൽ നമ്മുടെ CV ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫുൾ നെയിം, പോസ്റ്റൽ അഡ്രസ്സ്, ഇമെയിൽ അഡ്രസ്സൊക്കെ ഇൻക്ലൂഡിംഗ് ആയിട്ടുള്ള CV, കോൺടാക്ട് നമ്പർ കാര്യങ്ങളെല്ലാം. ദെൻ ഇതേ സംഭവങ്ങൾ അഥവാ ഫുൾ നെയിം, പോസ്റ്റൽ അഡ്രസ്, ഇമെയിൽ, കോൺടാക്റ്റ്, സ്കൈപ്പ് ID ഈസ് ഫോർ ഓൺലൈൻ ഇൻ്റർവ്യൂ. സോ ഇതെല്ലാം ഈ ആപ്ലിക്കേഷൻ ഫോമിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ദെൻ പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ ഡീറ്റെയിൽസ് ഓഫ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, ദെൻ നാഷണൽ ലെവലിൽ ഏതെങ്കിലും എക്സാംസ് ക്വാളിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സും മറ്റ് എസെൻഷ്യൽ ഡോക്യുമെൻറ്റ്സും അതിൻ്റെ ഒപ്പം സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആയിട്ട് പറയുന്നത് ഈ പ്രോജക്റ്റിലോട്ടാണ് റിക്രൂട്ട്മെൻറ്റ് ഉള്ളത്. സോ ഈ 1 ഇയർ റിക്രൂട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷവും അതുപോലെ തന്നെ ടോട്ടൽ പ്രോജക്റ്റ് കഴിഞ്ഞതിന് ശേഷവും നമ്മൾക്ക് ഈ ഒരു പൊസിഷൻ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതൊരു ജോബായിട്ട് ക്ലെയിം ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരിക്കില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ദെൻ മറ്റ് കാര്യങ്ങളൊക്കെ നോർമലായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സോ നമ്മൾ ഓൺലൈൻ ഇൻ്റർവ്യൂവിന് വേണ്ടി കണക്ടിവിറ്റി കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്യണം. അതിനൊന്നും CSMCRI റെസ്പോൺസിബിൾ ആവില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ദെൻ ലാസ്റ്റ് ഡേറ്റ് അഗെയിൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് 25/04/2025. ദെൻ അപ്ലൈ ചെയ്യേണ്ട മെയിലും കാര്യങ്ങളും വീണ്ടും ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ദെൻ അവരുടെ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ലിങ്ക് ഇവിടെ ഉണ്ട്. സോ ആപ്ലിക്കേഷൻ ഫോമിലും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ആസ് യൂഷ്വൽ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെയും ചോദിക്കുന്നത് വിത്ത് ഫോട്ടോഗ്രാഫ്. അതുപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് കാര്യങ്ങൾ, ദെൻ നാഷണൽ ലെവൽ ക്വാളിഫിക്കേഷൻ എക്സാം, അതിൻ്റെ റാങ്ക് കാര്യങ്ങൾ, ദെൻ സിഗ്നേച്ചർ കാര്യങ്ങളൊക്കെയാണ് ആപ്ലിക്കേഷൻ ഫോമിലും ചോദിക്കുന്നത്. സോ ആ ഒരു പെർട്ടിക്കുലർ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ ഫോമും കിട്ടും. ദെൻ അലോങ് വിത്ത് അതർ ഡോക്യുമെൻറ്റ്സ് നമ്മൾ മെയിൽ അയക്കാണ് ഈ ഒരു പൊസിഷനിലോട്ട് വേണ്ടത്. സോ ഇത്രയാണ് പ്രോജക്റ്റ് അസോസിയേറ്റ് 1 എന്ന് പറയുന്ന പൊസിഷനിലോട്ട് CSMCRI നടത്തുന്ന റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ ആരെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആകുമെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഈ ഒരു വീഡിയോയുടെ ഇത്രയും ഭാഗത്തോട്ട് നിങ്ങൾ വാച്ച് ചെയ്ത് എത്തിയിട്ടുണ്ടെങ്കിൽ I appreciate your effort and I wish you a bright future for you. Thank you for watching.